മക്കളെ അസ്സലാമു അലൈക്കും. പെട്ടെന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലോട്ട് കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല നീളത്തിൽ എരിഞ്ഞ് സവാള ഇട്ടിട്ട് നല്ലോണം മൂത്തെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും നന്നായി മൂപ്പിക്കുക. പിന്നെ അതിന് ശേഷം നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ കുറച്ച് അത്യാവശ്യം സൈസിന് കട്ട് ചെയ്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് പിന്നെ എന്തിട്ടുണ്ട് നമ്മളെ പൗഡേഴ്സ് ആഡ് ചെയ്യണം. അത്യാവശ്യത്തിലേറെ മല്ലിപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ മല്ലിപ്പൊടി അത്യാവശ്യം ആഡ് ചെയ്യും. ചിലയിടത്തൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഇടുള്ളൂ കേട്ടോ. കാരണം എനിക്കറിയാവുന്നതാണ് കേട്ടോ പറയണത്. ചിലയിടത്തൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഇടുള്ളൂ, പക്ഷെ ഞങ്ങളോടൊക്കെ അത്യാവശ്യം മല്ലിപ്പൊടി ഇടും കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിക്ക് എത്രയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അത്യാവശ്യം ചതച്ചിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം ഉള്ളത് തന്നെ നമ്മളിതിൽ മുളകും പൊടി ആഡ് ചെയ്യണില്ല കേട്ടോ. നമ്മളെ മസാല മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിത് നല്ല കഴുകി വെച്ച് നമ്മൾ ബീഫ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കഴുകി വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനങ്ങോട്ട് ഫുള്ള് തട്ടിക്കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല പള്ളിക്കൊന്നും കിട്ടിയ നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മുൻപായിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മസാലയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബീഫും ഇതിലിട്ട് കൊടുത്തുള്ളത് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതി തന്നെയാണല്ലോ. അതും ലോങ് ആയിട്ട് വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു ഷോർട്ടിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ബീഫ് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇട്ടിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് അതിലൊക്കെ ഇട്ട് നന്നായി കുളിപ്പിച്ചാണ് എടുക്കുക. മനസ്സിലായോ? പിന്നെ ഇതിലോട്ട് നമുക്ക് മസ്റ്റായിട്ട് ഇതിലേക്ക് എന്താ വേണ്ടത്? നെയ്ച്ചോറില്ലാണ്ട് ഒരു കഴിയില്ല മക്കളെ. അപ്പം നമ്മുടെ ബീഫിലോട്ട് നമുക്ക് അടിപൊളി നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കിഡിലും ബീഫ് കറിയുടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല സൂപ്പർ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനെ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരിക്കും. അപ്പം ഇനി നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമായാലും എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിലോട്ട് നമുക്ക് നല്ല കച്ചമ്പറും അതുപോലെ തന്നെ നല്ല അടിപൊളി നെയ്ച്ചോറും നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.